26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കുവൈറ്റിൽ പ്രവാസികൾക്ക് തിരിച്ചടി. പാസ്പോർട്ട് വിസ സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി എംബസി. ജൂലൈ 19 വരെ സേവനങ്ങൾ നിയന്ത്രിച്ചിരിക്കുകയാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കുവൈത്തിൽ പ്രവാസികൾക്ക് തിരിച്ചടിയായി എംബസിയുടെ പുതിയ തീരുമാനം. പാസ്പോർട്ട് വിസ സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുകയാണ്. ജൂലൈ 19 വരെ സേവനങ്ങൾ നിയന്ത്രിച്ചിരിക്കുകയാണ് എന്നാണ് ഇന്ത്യൻ എംബസി ഇപ്പോൾ അറിയിച്ചത്. അതേസമയം അടിയന്തര സേവനങ്ങൾ ലഭിക്കുമെന്നും എംബസി പറയുന്നുണ്ട്. ഭരണപരമായ കാരണങ്ങൾ കൊണ്ടാണ് പുതിയ തീരുമാനമെന്നാണ് വിശദീകരണം. അടിയന്തര ആവശ്യമുള്ള അപേക്ഷകൾ പ്രത്യേകം സൂചിപ്പിക്കണം. ആവശ്യമായ രേഖകൾ കൃത്യമായി സമർപ്പിക്കുകയും വേണം. ഇത്തരം അപേക്ഷകൾ മാത്രമായിരിക്കും ഈ കാലയളവിൽ പരിഗണിക്കുന്നത്. സാധാരണ പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ എന്നിവയൊന്നും ഈ വേളയിൽ സ്വീകരിക്കില്ല. അതേസമയം ജൂലൈ 19 ശേഷം പഴയ പോലെ സർവീസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. തത്കാൽ പാസ്പോർട്ട്, NRI സർട്ടിഫിക്കറ്റുകൾ, സിവിൽ ID കാലാവധി പൂർത്തിയാകൽ, എമർജൻസി സർട്ടിഫിക്കറ്റ്സ്, വിസ എന്നിവയുടെ സേവനങ്ങൾക്ക് ഇപ്പോൾ തടസ്സമില്ല. അടിയന്തര പ്രാധാന്യമുള്ള അപേക്ഷയാണ് എന്ന് തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കേണ്ടി വരും. കുവൈത്തിലെ ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്റർ അടച്ചുവെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. കോൺസുലർ ആപ്ലിക്കേഷൻ സെന്റർ വഴി അപേക്ഷ സ്വീകരിക്കുന്നത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവച്ചിരിക്കുകയാണ്. അതേസമയം അടിയന്തര ആവശ്യങ്ങൾക്ക് എംബസിയിലെ കോൺസുലർ വിങ്ങിനെ സമീപിക്കാം. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാകും ഈ സേവനം. അടിയന്തര പ്രാധാന്യമുള്ള അപേക്ഷ മാത്രമേ ഉദ്യോഗസ്ഥർ പരിശോധിക്കൂ. നിലവിൽ ജൂലൈ 19 ഞായറാഴ്ച വരെയാണ് നിയന്ത്രണം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനുശേഷവും നിയന്ത്രണം തുടരുമോ എന്നത് വ്യക്തമല്ല. ഇന്ത്യൻ എംബസിയുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ വഴി പുതിയ അറിയിപ്പ് ലഭിക്കും. പ്രവാസികൾ എംബസിയുടെ X അക്കൗണ്ട് നിരീക്ഷിച്ചാൽ പുതിയ വിവരങ്ങൾ ലഭിക്കും. ട്രാവൽ ഏജൻസികൾ മുഖേന ബന്ധപ്പെട്ടാലും വിവരങ്ങൾ ലഭ്യമാകും. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.